തൊണ്ടി മുതൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു കവർച്ചാ കേസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ തൊണ്ടി മുതലില്ലാതെ ഈ അന്വേഷണം എവിടെ എത്തില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാതെ ഈ സാധനം എവിടെയും പോയില്ല. രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അന്വേഷണം പോകാതിരിക്കാനുള്ള ആസൂത്രിതമായ ശ്രമം, SITക്ക് മേൽ അതിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം, ഇതൊക്കെ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു CBI അന്വേഷിക്കുന്നതിന് ആർക്കാണ് തടസ്സമുള്ളത്? യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ഒളിച്ചു വയ്ക്കാനുണ്ടോ? കേരള സർക്കാർ പ്രതിക്കൂട്ടിലാവില്ല എന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ CBI അന്വേഷണത്തിലേക്ക് അവർ ഒരു ശുപാർശ കൊടുക്കൂ എന്നുള്ള ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇക്കഴിഞ്ഞ ദിവസമാണ് SIT ഒരു സ്വർണ്ണപ്പാളിയുടെ അംശമെടുത്തുകൊണ്ടുള്ള ശാസ്ത്രീയ പരിശോധന നടത്തിയത്. ഈ ശാസ്ത്രീയ പരിശോധന ഫലം പുറത്ത് വന്നു എങ്കിലും പ്രധാനമായും ഉയർന്നു വരുന്ന ചോദ്യം, ഈ സ്വർണ്ണക്കൊള്ള നടന്നു, ഈ കൊള്ള നടത്തിയ ബാക്കി സ്വർണം, അതായത് തൊണ്ടി മുതൽ എവിടെ പോയി എന്നുള്ള ചോദ്യമാണ്. എന്തായാലും ഈ ഒരു ചോദ്യം പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷനായ ശ്രീ RV ബാബു. തൊണ്ടി മുതൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു കവർച്ചാ കേസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തൊണ്ടി മുതൽ കണ്ടെത്തുന്നതിൽ SIT പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ 484 ഗ്രാം സ്വർണം ഗോവർദ്ധൻ ജ്വല്ലറിയുടെ അയാളുടെ ജ്വല്ലറിയിൽ നിന്നോ പിന്നെ 100 ചില്ലാൻ ഗ്രാം വേറൊരു സ്ഥലത്തു നിന്നും കൂടിയും കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ തൊണ്ടി മുതലില്ലാതെ ഈ അന്വേഷണം എവിടെ എത്തില്ല. അപ്പോൾ അത് കണ്ടെത്താൻ SIT വല്ല പരിശ്രമം നടത്തുന്നുണ്ടോ? കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാതെ ഈ സാധനം എവിടെയും പോയില്ല. അപ്പോൾ അത് കണ്ടെത്തുന്നതിൽ SIT പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ SITയുടെ ഈ കാര്യത്തിലുള്ള ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഇപ്പോൾ വളരെ രൂക്ഷമായ രീതിയിൽ ഇന്ന് കേരള ഹൈക്കോടതി CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ പത്രമാധ്യമങ്ങളിലൂടെ മാത്രം കണ്ടതാണ്, TV ചാനലിലൂടെ കണ്ടതാണ്. അത് വളരെ ദൗർഭാഗ്യകരമായി പോയി എന്നാണ് പറയാനുള്ളത്. കാരണം CBI അന്വേഷണം വേണമെന്നുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ ഒരു ആവശ്യമാണ്. ഈ കേസന്വേഷണത്തിൽ യഥാർത്ഥത്തിൽ കണ്ടെത്തേണ്ട കാര്യങ്ങൾ, അതിലേക്ക് അന്വേഷണം പോകുന്നില്ല എന്ന ഒരു പരാതി ഭക്തജനങ്ങൾക്കുണ്ട്, വിശ്വാസികൾക്കുണ്ട്. അല്ലെങ്കിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഈ SITയുടെ അന്വേഷണം അപര്യാപ്തമാണ്. CBI അന്വേഷണം കൊണ്ടല്ലാതെ ഇത് പൂർണ്ണമായും ഇതിൻ്റെ വസ്തുതകൾ വെളിച്ചത്ത് വരും എന്ന് വിചാരിക്കാൻ സാധ്യമല്ല. ഈ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ ഒരു മറ്റൊരറ്റത്തേക്ക് എത്തുവാൻ ഇനി സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ്. വളരെ ഗൗരവമായ ഒരു കാര്യം തന്നെയാണ്. കാരണം പലപ്പോഴും CBIയുടെ കയ്യിലേക്ക് ഈ കേസ് പോകുന്നത് എപ്പോഴാണ്? കേരള പോലീസോ ക്രൈംബ്രാഞ്ചോ അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘമോ ഒക്കെ അന്വേഷിച്ച് ഈ കേസ് ഒരു തലത്തിലും എത്താതെ അതിൻ്റെ തെളിവുകൾ നശിപ്പിക്കപ്പെട്ട് എവിടെയും എത്താത്തൊരവസ്ഥയിലാണ് CBIയുടെ കയ്യിലേക്ക് വരിക. CBIയുടെ കയ്യിലേക്ക് വരുമ്പോഴും സംഭവിക്കുന്നത് എന്താ? അപ്പോഴേക്കും തെളിവുകളില്ലാതെയാകും. പ്രതികൾ അവർ രക്ഷപ്പെടാൻ വേണ്ട എല്ലാ മാർഗ്ഗങ്ങളും അന്വേഷിച്ചിട്ടുണ്ടാവും. ഇനി മാത്രമല്ല, CBI ഏറ്റെടുക്കുമ്പോഴോ ഈ കേസ് അന്വേഷിച്ച ഫയലുകൾ വേണ്ട സമയത്ത് കൈമാറാത്ത സാഹചര്യവും സംസ്ഥാന പോലീസ് കാണിക്കാറുണ്ട്. അതിന് ഉദാഹരണമാണ് മാറാട് കേസിൻ്റെ CBI അന്വേഷണം പ്രഖ്യാപിച്ച് ഫയലുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് CBI 3 തവണ കത്തെഴുതിയത് ആഭ്യന്തര വകുപ്പിന്. 3 തവണ കത്തെഴുതിയിട്ട് പല തവണയായിട്ടാണ് ഈ ഫയലുകൾ CBI ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒന്ന്, അന്വേഷണം തന്നെ വളരെ വൈകി ഉണ്ടാവുന്നു. 2, പോലീസ് അന്വേഷണത്തോട് സഹകരിക്കാതിരിക്കുന്നു. ഇങ്ങനെ CBI അന്വേഷണത്തെ പൂർണ്ണമായും നിരുത്സാഹപ്പെടുത്തുന്ന സമീപനമാണ് പലപ്പോഴും സംസ്ഥാന സർക്കാരിനുള്ളത്. അപ്പോൾ ഒരു CBI അന്വേഷിക്കുന്നതിന് ആർക്കാണ് തടസ്സമുള്ളത്? യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ഒളിച്ചു വയ്ക്കാനുണ്ടോ? കേരള ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു ഈഗോ പ്രശ്നമുണ്ടോ ഈ വിഷയത്തിൽ? കേരള ഹൈക്കോടതിയുടെ തന്നെ 2 ബെഞ്ച്, സിംഗിൾ ബെഞ്ച് ഈ അന്വേഷണത്തിൻ്റെ അപര്യാപ്തതയെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചതാണല്ലോ. അപ്പോൾ CBI അന്വേഷണമാണ് ഇതിന് യഥാർത്ഥത്തിലുള്ള പരിഹാരം എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ വൈകുന്തോറും ആ വസ്തുതകൾ പുറത്തു വരുന്നതിൽ വലിയ തോതിൽ കുറവ് സംഭവിക്കും എന്നൊരു ഭയവും ഞങ്ങൾക്കുണ്ട്. ഈ CBI അന്വേഷണം ഉണ്ടാകുമോ? താങ്കളുടെ ഒരു നിരീക്ഷണം എങ്ങനെയാണ്? അല്ല, CBI അന്വേഷണത്തിന് 2 കാര്യമാണ് നമുക്ക്. ഒന്ന്, കോടതി പറയണം, അല്ലെങ്കിൽ കേരള സർക്കാർ പ്രഖ്യാപിക്കണം. CBI അന്വേഷണം കേരള സർക്കാർ പ്രഖ്യാപിക്കാൻ തയ്യാറാകുമോ? നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ വകയില്ല. കാരണം കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം CBI അന്വേഷണം അവർ പ്രഖ്യാപിക്കാൻ തയ്യാറാവുന്നെങ്കിൽ തന്നെ തെളിവുകൾ പൂർണ്ണമായും ഇല്ലാതായി എന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ, കേരള സർക്കാർ പ്രതിക്കൂട്ടിലാവില്ല എന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ CBI അന്വേഷണത്തിലേക്ക് അവർ ഒരു ശുപാർശ കൊടുക്കൂ എന്നുള്ള ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ
ഞാൻ മനസ്സിലാക്കുന്നത് SITയുടെ നിലവിലുള്ള അന്വേഷണം ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പര്യവസാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ തന്ത്രിയുടെ അറസ്റ്റോട് കൂടിയിട്ട് ഏകദേശം അല്ലെങ്കിൽ ശങ്കരദാസിനെ കൂടി അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ അന്വേഷണം പൊട്ടിക്കെട്ടുക എന്നുള്ളതായിരിക്കണം അവരുദ്ദേശിക്കുന്നത്. രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അന്വേഷണം പോകാതിരിക്കാനുള്ള ആസൂത്രിതമായ ശ്രമം, SITക്ക് മേൽ അതിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം, ഇതൊക്കെ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമ്മർദ്ദത്തിന് SIT വഴങ്ങുന്നു എന്ന് തന്നെ വേണം കാണാൻ. കാരണം ഇതിൽ ഇപ്പോഴും ഗ്രേ ഏരിയകൾ കിടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു തൊണ്ടി മുതൽ കണ്ടെത്തിയിട്ടില്ല. ആ സമയത്തുള്ള സ്പെഷ്യൽ കമ്മീഷണർ, ആ സമയത്തുള്ള സെക്യൂരിറ്റി ചീഫ്, ഇതൊക്കെ അന്വേഷണത്തിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടവരല്ലേ. ഇപ്പോൾ നോക്കൂ, ഈ കേസ് തന്നെ രംഗത്ത് വരാൻ കാരണം എന്താ? സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടാണ്. അപ്പോൾ സ്പെഷ്യൽ കമ്മീഷണർ വലിയ തോതിൽ ആക്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സ്പെഷ്യൽ കമ്മീഷണറുടെ ഇനാക്ഷൻ ആ സമയത്തുണ്ടായിരുന്നല്ലേ എന്നർത്ഥം. അതിൽ സ്പെഷ്യൽ കമ്മീഷണർ കുറ്റക്കാരനല്ലേ? ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? സ്പെഷ്യൽ കമ്മീഷണർ ഈ കോൺസ്പിറസിയുടെ ഭാഗമല്ലേ? തന്ത്രി ഈ കോൺസ്പിറസിയുടെ ഭാഗമാണ് എന്നുണ്ടെങ്കിൽ ഒപ്പിട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ സ്പെഷ്യൽ കമ്മീഷണർ. സ്പെഷ്യൽ കമ്മീഷണർ തന്നെയാണ് ശബരിമലയിൽ പൂർണ്ണമായും കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ളത്. ആ സ്പെഷ്യൽ കമ്മീഷണറെ ചോദ്യം ചെയ്യേണ്ടേ? അദ്ദേഹത്തെ പ്രതിപട്ടികയിൽ പെടുത്തണ്ടേ? എന്തുകൊണ്ടാണ് സ്പെഷ്യൽ കമ്മീഷണറെ പെടുത്താത്തത്? അപ്പോൾ സ്പെഷ്യൽ കമ്മീഷണറെ പെടുത്തിയാൽ മറ്റു പലരെയും പെടും എന്നുള്ള ഭയമാണോ? ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ അന്വേഷണത്തിൽ സർക്കാർ ഇനി ഇതിനപ്പുറം പോകുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കില്ല. എന്തായാലും നിരന്തരം രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞു വയ്ക്കുന്നത് പോലെ സ്വർണ്ണക്കൊള്ളയുടെ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് നിലവിൽ പുറത്ത് വന്നിരിക്കുന്നത്. ഈ കൊള്ളയുടെ പൂർണ്ണമായുള്ള രൂപം കണ്ടെത്തണം എങ്കിൽ CBI വന്നേ പറ്റൂ എന്നാണ് RV ബാബു ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞു വയ്ക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.